ഹായ്, ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ ഈ ഫോൺ കമ്പനികൾ നമ്മളെ പറ്റിക്കുകയാണോ എന്ന് ഒരു സംശയം തോന്നും. എന്താണ് കാര്യം എന്നല്ലേ, ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടോ? 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ഒരു ട്രെൻഡി ആയ ബോക്സ് ഈ ഡിസൈൻ ഉണ്ട്. കാണാൻ തന്നെ നല്ല ഒരു ഡീസന്റ് ഡിസൈനിലാണ് ഈ ഒരു ഫോൺ മോട്ടോ അവതരിപ്പിച്ചിരിക്കുന്നത്. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും വരെ പല ബ്രാൻഡുകളും നോച്ച് ഡിസൈനും ഒരുമാതിരി തല്ലിപ്പുള്ളി ഡിസൈനും ഒക്കെ ഇഷ്ടം പോലെ തരുന്നുണ്ട്. അതേസമയം ഈ ഒരു ഫോണിന്റെ വില 8,999 രൂപയ്ക്കാണ് ആരംഭിക്കുന്നത്. 3GB റാം 32GB സ്റ്റോറേജിന്. സോ ഈ പ്രൈസിൽ ആരംഭിക്കുന്ന ഒരു ഫോൺ ഇങ്ങനെ ഒരു ഡിസൈനിൽ, അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഈ ഫോൺ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഡിസൈൻ ആയിട്ട് തോന്നുന്നത്. നന്നായിട്ടുണ്ട് ഡിസൈൻ. സോ ആ പ്രൈസിന് പോലും 5 ഹോൾ ക്യാമറയും ആൻഡ്രോയിഡ് 12 ഒക്കെ തരാൻ ബ്രാൻഡുകൾക്ക് പറ്റും എന്നുള്ളതാണ് മോട്ടോ നമുക്ക് കാണിച്ചു തരുന്നത്. സോ എന്തുകൊണ്ട് ഇത് മറ്റ് ബ്രാൻഡുകൾക്ക് പറ്റാത്തത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ഫോൺ 10,000 രൂപ താഴെ ഒരു ഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുവെങ്കിൽ ഇന്ന് അവിടെ കിട്ടാവുന്ന നിലയ്ക്ക് ഏറ്റവും നല്ല ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഫോണാണെന്ന് പറയാം. ഡിസൈൻ മാത്രം നന്നായാൽ പോരാ, ബാക്കിയുള്ള ഘടകങ്ങൾ കൂടി നന്നാവണം. നമുക്കത് പരിശോധിക്കാം. ഈ ഒരു ഫോണിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിന് മുമ്പ് ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് കാണാം. ബോക്സിൽ ഒരു കേസ് വരുന്നുണ്ട്, സിം ടോൾ ഉണ്ട്, 10 വാട്ടിന്റെ ചാർജർ ഉണ്ട്, ടൈപ്പ് സി കേബിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ Moto E32s എന്നാണ് ഇതിന്റെ പേര്. ആൻഡ്രോയിഡ് 12 ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന് 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഡയമെൻഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 8.49 mm ആണ് തിക്നെസ്, 185 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. IP52 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളം തെറിച്ചാലും പെട്ടെന്നൊന്നും വെള്ളം കയറി നശിക്കില്ല എന്ന സാരം. സോ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓവറോൾ ഈ ഒരു ഫോണിന് ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ മോട്ടോ കൊടുത്തിരിക്കുന്നത്. ഒരു ഓവർവ്യൂ നോക്കാം. താഴത്തെ സൈഡിൽ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു, വോളിയം ബട്ടണുകൾ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ടോപ്പ് സൈഡിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, 16 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ ഈ ഒരു പ്രൈസ് നോക്കുമ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളും നന്നായിട്ടുണ്ടല്ലേ. MediaTekന്റെ G37 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ പെർഫോമൻസ്. ഈ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ പറയാം. അതല്ലാതെ അത്യുഗ്രൻ എന്നൊന്നും ഞാൻ പറയില്ല. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഒരു ലാഗ് ഒക്കെ ഉണ്ട്. വലിയൊരു സുഖമുള്ള പെർഫോമൻസ് അല്ല ഇത് തരുന്നത്. ബട്ട് എങ്കിലും ആ പ്രൈസിൽ പല ഫോണുകളിലും ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ല പ്രൊസസ്സറുകൾ ഈ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും കണ്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ വന്നിട്ട് ഫോണുകളുടെയൊക്കെ പ്രൈസ് കൂടിയതുകൊണ്ട് ഇവിടെ ആ ഒരു റേഞ്ച് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കാറില്ല. ഗെയിം കളിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സബ്വേ സർഫർ പോലുള്ള ഗെയിമുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കളിക്കാം. അത് വിട്ട് മറ്റ് BGMI പോലുള്ള ഗെയിമുകളൊന്നും ചിന്തിക്കേ വേണ്ട. സാർ വാല്യൂ, ഹെഡ് സാർ വാല്യൂ 1.38 ആണ് വരുന്നത്. ബോഡി സാർ വാല്യൂ 1.41 ആണ്. OTG സപ്പോർട്ടും വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വിലയ്ക്ക് ഈ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല എന്ന രീതിയിലേ ഞാൻ പറയുള്ളൂ. 3GB റാമും 4GB റാം വരുന്നുണ്ട്. LPDDR4X റാമാണ്. 3GB റാം എടുക്കുന്നതിനേക്കാൾ നല്ലത് 4GB റാം എടുക്കുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു സ്മൂത്തായ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. മെമ്മറി കാർഡിലെ സ്റ്റോറേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് വഴി, അതായത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, 2 സിമ്മും മെമ്മറി കാർഡും. സോ നിങ്ങൾക്ക് മെമ്മറി കാർഡ് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് 1 TB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. 6.5 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലാണ് വരുന്നത്. വലിയ കുഴപ്പമില്ല. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സുഖമൊന്നും ഉപയോഗിക്കുമ്പോൾ കിട്ടില്ല. കാരണം ഇതിന്റെ പവർ ഇച്ചിരി കുറവായതുകൊണ്ട് ആ സുഖമൊന്നും കിട്ടുന്നില്ല. ബട്ട് എങ്കിലും പറയാനെങ്കിലും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല. LCD ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളാണ് വരുന്നത്. പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു രീതിയിലുള്ള ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. വല്ലാണ്ടൊരു ക്വാളിറ്റി ഒന്നും പറയാനില്ല. പ്രത്യേകിച്ചും ഈ ഒരു 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു സെറ്റപ്പായിട്ട് തോന്നിയില്ല. വൈഡ് L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ HD തന്നെ നെറ്റ്ഫ്ലിക്സിനൊക്കെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. യൂട്യൂബ് പ്ലേ ബാക്ക് നിങ്ങൾക്ക് ഇവിടെ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. പക്ഷേ ഇതിൽ 4K ഭയങ്കര ലാഗ് ആയിരിക്കും. അതുകൊണ്ട് ഫുൾ HD തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. താഴെ കാണുന്ന ഈ മോണോ സ്പീക്കർ മാത്രമാണ് വരുന്നത്. സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം എന്നൊന്നും പറയാനില്ല. അതായത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ കാണാൻ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളും ഇത്തിരി ഈ ഒരു റേഞ്ചിലുള്ള ബ്രൈറ്റ്നസ് തന്നെയാണ് തരുന്നത്. എങ്കിലും കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ അത് മൈൻഡിൽ വെക്കുക ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ് വരുന്നത്. പക്ഷെ ചാർജർ ബോക്സിൽ ഇല്ല എന്നല്ല, 15 വാട്ടിന്റെ ഇല്ല, 10 വാട്ടിന്റെ ഉണ്ട്. സോ ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് അവർ ചാർജറിന്റെ ഒരിത്തിരി പ്രൈസ് കട്ടിങ് നടത്തിയിരിക്കുകയാണെന്ന് പറയാം. നിങ്ങൾക്ക് 15 വാട്ടിന്റെ ചാർജർ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ 15 വാട്ടിന്റെ ചാർജിങ് ചെയ്യാം. ചാർജർ ഇല്ലാത്ത അവസ്ഥയില്ല, 10 വാട്ടിന്റെ അവർ തരുന്നുണ്ട്. 2x2 മിമോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈയും കാര്യങ്ങളും വരുന്നുണ്ട്. സോ വൈഫൈ സ്ട്രെങ്ത്തിലൊന്നും യാതൊരു ഇഷ്യൂ ഉണ്ടായിരിക്കില്ല. കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. സോ നെറ്റ്വർക്കിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. കോളും കാര്യങ്ങളൊക്കെ ഡീസെന്റ് ആയിട്ട് ചെയ്യാം. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമേജ് ക്വാളിറ്റികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ ക്യാമറ
വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വേണോ, ഇത് മതിയോ എന്നുള്ളത് നല്ലോണം കാണുക. കാരണം അത്ര നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. വേണമെങ്കിലും പലപ്പോഴും നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു വിലയ്ക്ക് പല ഫോണിലും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുള്ളത്. ഇമേജുകൾ കണ്ടല്ലോ, വീഡിയോ സാമ്പിളുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല. എന്നാലും ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയൊക്കെ ഇതിൻ്റെ ക്യാമറ തരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. സോ ഓവറോൾ ഈ രീതിയിലാണ് ക്യാമറ വരുന്നത്. ഞാൻ അത്ര ഇംപ്രസ്ഡ് അല്ല, ബട്ട് എന്തായാലും പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് ഇവിടെ വേണമെങ്കിൽ എടുത്ത് പറയാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ആയ ഒരു പെർഫോമൻസ് ഉണ്ട്. ഫേസ് അൺലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ലേറ്റ് ഗ്രേ, മിസ്റ്റി സിൽവർ, അങ്ങനെ 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. സോ അപ്പോൾ ഈ ഒരു ഫോണിന്റെ കാര്യങ്ങളെല്ലാം കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 8,999 രൂപയ്ക്ക് 3GB RAM 32GB സ്റ്റോറേജ് ഇനീഷ്യൽ പ്രൈസ് എന്ന രീതിയിൽ അവർ തരുന്നുണ്ട്. ആ വിലയ്ക്ക് കുഴപ്പമില്ലാത്തൊരു മോട്ടോ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു മോട്ടോ ഫോൺ ആണിത്. അങ്ങനെ താല്പര്യം തോന്നുമെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ ഈ വരുന്ന 6-ാം തീയതി ജൂൺ 6-ാം തീയതി 12 മണി മുതൽ ജിയോമാർട്ട് ഡിജിറ്റൽ, ഫ്ലിപ്കാർട്ട്, റിലയൻസ് ഡിജിറ്റൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഇത് ഇനീഷ്യൽ പ്രൈസ് ആണ്, അതുകൊണ്ട് തന്നെ പിന്നീട് പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനീഷ്യൽ പ്രൈസിന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിക്കാൻ നോക്കിക്കോളൂ, അല്ലെങ്കിൽ പിന്നീട് ആലോചിച്ചിട്ട് നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കാം. സോ എന്തായാലും ഒരു നല്ല മോട്ടോ ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ മോട്ടോ ഫോണുകളിൽ ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും നല്ല മോട്ടോ ഫോൺ ഇത് തന്നെയാണ് ഈ വിലയ്ക്ക്. അതെന്തായാലും ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.